ഹായ് ചങ്സ് കിച്ചൺ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ഡ്രിങ്കാണ്. വേനൽക്കാലമൊക്കെ കണ്ട് ചൂട് അധികം കൂടി വരികയാണ്. കുറച്ചൊരു തണുപ്പായാലോ, ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കണ്ടുപിടിച്ചതാണ്, ഒന്ന് പരീക്ഷിച്ചൊക്കെ വീട്ടില്. അതിനുവേണ്ടിയാണ് ഇന്ന് ഈ ഡ്രിങ്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുന്നേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. എങ്കിൽ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളേതായാലും കിച്ചണിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റത്തിന്റെ പേരെന്താ ഇതുവരെ പറഞ്ഞിട്ടില്ല. എനർജറ്റിക് ബ്ലൂ സോഡ എന്നാണ് പേര്. ഇതിനായി നമ്മളിവിടെ ഒരു 1/4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് പഞ്ചസാര. കാരണം നമ്മളിവിടെ 2 ഗ്ലാസ് ഡ്രിങ്ക് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ പഞ്ചസാരയേക്കാൾ അളവ്, വെള്ളത്തിന്റെ അളവ് കുറയണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു 1/2 കപ്പ് പഞ്ചസാര മതി. അതിലേക്ക് 1/4 കപ്പ് വെള്ളം. അത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളകിയിട്ട് ആ പഞ്ചസാര വെള്ളത്തിന്റെ പോലെ ഒരു സിറപ്പ് രൂപത്തിൽ അങ്ങോട്ട് അലിയണം, വെള്ളത്തോട് അലിയണം. അപ്പൊ നമ്മൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് വെള്ളത്തോട് ചേർന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ച ബ്ലൂ കളർ, ഫുഡ് കളറാണ് നമ്മൾ. അതൊരു 2 തുള്ളി കളറിന് വേണ്ടി മാത്രം 2 തുള്ളി നമുക്ക് അതിലേക്ക് ചേർക്കാം. ഇതും ചേർത്തിട്ട് നല്ല ടൈറ്റായി വരണം. നല്ലപോലെ ഇളക്കണം. ഇളക്കിട്ട് അപ്പൊ ഏകദേശം നമ്മളെ കളറും പഞ്ചസാരയും വെള്ളം എല്ലാം കൂടി ടൈറ്റ് രൂപത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്മിന്ന് മാറ്റി തീ ഒന്ന് ഓഫാക്കാം. അതിന് ശേഷം നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ചൂട് പോകണം. ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണത്. അപ്പൊ നമ്മളുടെ സംഭവം ഇവിടെ റെഡിയായി തണുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തണുപ്പ് അനുസരിച്ചിട്ട് ഐസ് ക്യൂബ് ഇടാം. ചില ആൾക്കാർക്ക് തണുപ്പ് കൂടുതൽ വേണ്ടി വരും, ചില ആൾക്കാർക്ക് തണുപ്പ് കുറവാകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ഗ്ലാസ്സിലേക്ക് 2-3 ക്യൂബ് ഇടുന്നുള്ളൂ. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സിറപ്പ് ഒഴിക്കുക. ആവശ്യത്തിന് കളറിന് മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ അതിലേക്ക് ഒരു 1/2 ചെറുനാരങ്ങ നീര്, വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. ഇത് വലിയ റിസ്ക് ഒന്നുമില്ല. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന സോഡയാണ്, ക്ലബ് സോഡയല്ലേ, പ്ലെയിൻ സോഡ. അത് നിങ്ങൾക്ക് സോഡ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കിനി തണുത്ത വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെടുത്തത് സോഡ എന്നാണ്. അപ്പൊ ഇതിലേക്ക് ഇനി സോഡ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലെമൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫുൾ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ സ്പെഷ്യൽ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയമുണ്ട്. വല്ല ഗസ്റ്റുകൾ വരുമ്പോഴോ മറ്റുള്ള നമ്മളെ വീട്ടിലേക്ക് പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്കാണ്. അപ്പോൾ വേനൽക്കാലവും പ്രത്യേകിച്ച് നോമ്പിന്റെ സീസണൊക്കെ അല്ലേ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും. ഒന്ന് നോക്കാം. അയ്യോ, സംഭവം പൊളിയാട്ടോ. നമ്മളെ പേര് പോലെ തന്നെ സംഭവം എനർജിയാണ്. വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ. വീട്ടിലൊന്ന് ട്രൈ ചെയ്തതിനു ശേഷം എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മളെ വീഡിയോയുടെ താഴത്തൊന്ന് കമന്റ് ചെയ്യും. എന്നിട്ട് കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഷെയർ ചെയ്യാം. ഞാൻ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വീഡിയോ സബ്സ്ക്രൈബ് അന്ന്